അങ്ങനെ പെരുന്നാളായി. പെരുന്നാൾ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. പള്ളിയിൽ പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ദാ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചി. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്ക് പറയാണേ. പിന്നെ ഇത്തവണത്തെ പെരുന്നാളിന് മൂന്നാളും കന്തൂറായിരുന്നു ഇട്ടിരുന്നത്. പൈസ ആദ്യമേ പറഞ്ഞിരുന്നു പള്ളിയിൽ പോകുമ്പോ കന്തൂർ ഇടണമെന്ന്. അത് കേട്ടപ്പോ വാപ്പച്ചിക്ക് കാക്കാക്കും കൂടി ഇൻട്രസ്റ്റ് ആയി. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പതിവ് പോലെ നാട്ടിലേക്ക് വിളിക്കാണ് കേട്ടോ ഈദ് മുബാറക്ക് പറയാനേ. പിന്നെതാ പെരുന്നാളിന്റെ പതിവ് കാഴ്ച. വാപ്പിച്ചിതാ നോട്ടുകെട്ടുകളൊക്കെ പേഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും വാപ്പിച്ചി പെരുന്നാ പൈസയൊക്കെ കൊടുത്തു കേട്ടോ. ഈ പെരുന്നാ പൈസ കിട്ടാന്ന് പറയുന്നത് നമ്മൾ എത്ര വലുതായാലും ആ കിട്ടുന്ന പൈസ എത്ര ചെറുതാണെങ്കിലും അതൊരു സന്തോഷം തന്നെയാണല്ലേ. പണ്ടൊക്കെ പെരുന്നാ പൈസ കിട്ടുമ്പോൾ ഞാനും ഇത്താത്തയും തമ്മിൽ മത്സരമായിരുന്നു, ആർക്കാ കൂടുതൽ കിട്ടിയത്, ആർക്കാ കുറവ് കിട്ടിയെന്നൊക്കെ നോക്കിയിട്ട്. ഏതായാലും പെരുന്നാ പൈസ ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പെരുന്നാൾ കറക്കത്തിന് പോവുകയാണ്. ആ ഒരു ടൈമില് റോഡ് സൈഡിൽ ഇതാ മാല ബൾബ് പോലെ മാങ്ങ ഉണ്ടായി കിടക്കണു. എന്താ ഭംഗിയില്ലേ. ജെർദയിൽ അത്ര വലിയ ദൂരമില്ലാത്തോട് തന്നെ ഞങ്ങളിതാ നേരെ വന്നത് വാദി സുമൂത്തിലേക്കായിരുന്നു. ഇതിനു മുൻപ് ഒരു തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചധിക ദൂരം ഉള്ളിലോട്ട് നടന്നപ്പോ നല്ല നീന്തി കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് കണ്ടു കേട്ടോ. ഏതായാലും പിള്ളേര് നല്ല ഹാപ്പിയായി, കൂടെ ഞങ്ങളും. അടുത്ത വീഡിയോയിൽ കാണാവേ.